ഒരിക്കൽ കഴിവുകെട്ടവനെന്നും ഭാരമെന്നും അധികപ്പറ്റെന്നുമൊക്കെ മുദ്രകുത്തി പരിഹസിച്ച് അപമാനിച്ച് ആട്ടിപ്പടിയറച്ച് പിണ്ടം വെച്ചവന്റെ ഇന്നത്തെ പ്രകടനം കണ്ട അമ്പരം അസൂയയോടെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കുവാൻ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ ചില ആരാധകർക്കും അധികൃതർക്കും ഇപ്പോൾ കഴിയുകയുള്ളൂ. പറഞ്ഞു വരുന്നത് മലയാളി താരമായ രാഹുൽ കെ പിയെ കുറിച്ചാണ്. രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ദീർഘകാലം ഉണ്ടായിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. രാഹുലിൻ്റെ ഫേവറേറ്റ് പൊസിഷനിൽ അദ്ദേഹത്തിനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ല. പലപ്പോഴും രാഹുൽ അവഗണന നേരിടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേ രാഹുൽ കാപ്പിയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ അദ്ദേഹം പുതിയൊരു ഗേഹം തേടി ഒഡീഷ FC പോയി. ഒഡീഷയിലെത്തിയ രാഹുലിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ ഇംപ്രസീവ് ആയിട്ടുള്ള പ്രകടനം രാഹുൽ കെ പി കാഴ്ചവെച്ചു. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ട്രെയിനിങ് 14 ദിവസം നടത്തി. കേവലം 4 ദിവസം മാത്രമായിരുന്നു ഒഡീഷ FC അവരുടെ ട്രെയിനിങ് നടത്തിയത്. വളരെ താമസിച്ചാണ് അവർ ട്രെയിനിങ് ആരംഭിച്ചത്. എന്നിട്ട് പോലും ആദ്യ മത്സരത്തിൽ അവർക്ക് ഇന്റർകാഷിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. എതിരാളികളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റുള്ളവരെ ഇപ്പോഴും ഭയമാണ്. ആ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയത് നമ്മുടെ രാഹുൽ കെ പി ആണ്. രാഹുൽ കെ പി മാത്രമല്ല, ചില മലയാളി താരങ്ങൾ ഈ ഒരു ടീമിലുണ്ട്, ഒഡീഷ FC അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള TG പുരുഷോത്തമനാണ് ഇപ്പം ഒഡീഷ FC പരിശീലകൻ. വിദേശ താരങ്ങളുടെ ഒരു വലിയ നിരയുമായിട്ട് ഇറങ്ങിയ പടയെ കേവലം ഒരു വിദേശ താരത്തിന്റെ സേവനം കൊണ്ട് മാത്രം പരാജയപ്പെടുത്തി 3 പോയിന്റ് നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. ഏതായാലും ആദ്യ മത്സരത്തിൽ തന്നെ പോയിന്റ് നേടാൻ രാഹുൽ കെ പിയുടെ ഒഡീഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം രാഹുലിനെ അസൂയയോട് കൂടി നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. കൈവിട്ട് കളഞ്ഞതിൻ്റെയൊക്കെ മൂല്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലെങ്കിലും തിരിച്ചറിയുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ.